റബ്ബി അല്ലാഹ് എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് പടച്ച റബ്ബ് അവസരം കൊടുക്കുന്നത് അവൻ റബ്ബിൽ ഇസ്സത്തിന് വേണ്ടി ജീവിച്ചവനാവണം. അവൻ റബ്ബിന് വേണ്ടി പരലോകം ആഗ്രഹിച്ച് ചിന്തിച്ചവനാവണം. പറയാൻ എളുപ്പമുള്ളതും കേൾക്കാൻ രസമുള്ളതുമായ ആ രണ്ട് വാക്കുപോലും ഖബറിൽ ഉച്ചരിക്കാൻ കിട്ടൂലാണ് റബ്ബിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ. കാരണം അള്ളാഹുവിന്റെ തിരുദൂതൻ മദീന പള്ളിയിൽ വെച്ചത് പറഞ്ഞപ്പം സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, നബിയേ വഅൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ നാവ് കൊണ്ട് പറഞ്ഞവർക്കൊക്കെ അത് പറയാൻ കിട്ടൂലേ? തിരുദൂതൻ തലയാട്ടിയിട്ട് പറഞ്ഞു, ലാ, കിട്ടൂല സഹാബത്തെ. ഹൃദയം കൊണ്ട് റബ്ബിനെ സ്നേഹിക്കുകയും ആ ഹൃദയം കൊണ്ട് റബ്ബിനെ തൃപ്തിപ്പെടുത്തുകയും ചെയ്തവർക്കല്ലാതെ. സഹാബത്ത് നോക്കി നിൽക്കുമ്പോൾ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടി പ്രവാചകൻ കണ്ണീരോടെ പറഞ്ഞു, എന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും. കാരണം ചുട്ടുപൈത്ത മണലാരണ്യത്തിൽ മലർത്തി കിടത്തി, നെഞ്ചത്ത് വലിയ പാറക്കല്ലുകൾ വെച്ച് ചാട്ടവാറുകൊണ്ട് ശരീരത്തിൽ രക്തത്തുള്ളികൾ അടിച്ചു തെറിപ്പിക്കുമ്പോ പോലും തെറിക്കുന്ന രക്തത്തോടൊപ്പം അടിക്കുന്ന ശത്രുവിന്റെ കണ്ണിൽ നോക്കി അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിച്ച എന്റെ ബിലാലിന് അത് പറയാൻ കിട്ടും. വെള്ളത്തിൽ മുക്കിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്ന അമ്മ റളിയല്ലാഹു അൻഹ അത് പറയാൻ കിട്ടും. വസ്ത്രങ്ങൾ അയച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് ഇരുമ്പ് കമ്പി ചുട്ടുവഴിപ്പിച്ച് ശരീരത്തിന്റെ മുഖ്യസ്ഥാനത്ത് കുത്തിക്കയറ്റിയ സുമയ്യ എന്ന ധീര വനിതക്ക് അത് പറയാൻ കിട്ടും. ഉഹുദിന്റെ രണാങ്കണത്തിൽ ചതിച്ചു കൊല്ല ചെയ്യപ്പെടുകയും കരളുകൾ ചവച്ചു തുപ്പപ്പെടുകയും ചെയ്ത എന്റെ അളാപ്പ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ തൗഹീദിന്റെ വാക്കുകൾ ഉച്ചരിക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുവിന്റെ പരലോകത്തേക്കുള്ള യാത്രയിൽ ഖബറിൽ അത് ഉച്ചരിക്കാൻ കിട്ടണമെങ്കിൽ റബ്ബിന് വേണ്ടി ജീവിച്ചവരാകണം.